അപ്പോൾ ഇത് ഒരു 5 കപ്പ് പുഴുക്കലരി, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി പൊടിച്ച് ചെറിയതായിട്ടൊന്ന് വറുത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു 3 കപ്പ് ചിരകിയ തേങ്ങയുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏതാണ്ട് 15 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ജീരകം, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല ഭംഗിയായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെ വെണ്ണ പോലെ എന്ന് പറയുന്ന പോലെ ഒന്നും അരച്ചെടുക്കണ്ട. ഏതാണ്ട് ഇതേപോലെ അരച്ചെടുത്ത് വെച്ചാൽ മതിയാകും. ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നല്ലോണം കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഒരൽപ്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം എനിക്കിതിൽ ഒരൽപ്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അമ്മ ഒഴിക്കും. ഇനി ഞാൻ മിക്സ് ചെയ്യണേ. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞ് വരുന്നുണ്ട്. കളിയോടയ്ക്ക തയ്യാറാക്കാനുള്ള നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഏതാണ്ട് ഈ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കണം. നമ്മൾ കളിയോടയ്ക്ക ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇതിലേക്ക് എണ്ണ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ വറുത്തെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഈ കളിയടയ്ക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ തിളച്ച് തുടങ്ങി. നമുക്കിതിലേക്ക് കളിയടയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിനെ ഇളക്കാൻ ശ്രമിക്കരുത്. ഇത് മൊത്തം പൊടിഞ്ഞു പോകും. നമ്മുടെ കളിയോടൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇതേപോലെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നമ്മുടെ കളിയോടയ്ക്ക ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണ വലം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ കളിയോടയ്ക്ക റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.